വിശദമായ വാർത്തയിലേക്കാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഇക്കാര്യം നേരത്തെ തീരുമാനിച്ചതാണെന്ന് ചീഫ് ജസ്റ്റിസ് എന്ന് പരിഗണിക്കുമെന്നുള്ള തീയതി വ്യക്തമാക്കിയിട്ടില്ല. വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പുനഃപരിശോധനാ ഹർജികൾ 9 അംഗ വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. ഇതിൽ വാദം ഏപ്രിൽ 7-ന് തുടങ്ങും എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി ഓരോ കക്ഷികളും, അതായത് ഈ പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കക്ഷികളും തന്നെ മാർച്ച് 24-ന് മുന്നേ തന്നെ നിലപാട് എഴുതി അറിയിക്കണം എന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2019-ലാണ് അവസാനമായി ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നത്. അന്ന് തന്നെ ഇത്തരത്തിലൊരു 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ കേസ് വിടുന്ന കാര്യം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിശ്ചയിച്ചുകൊണ്ടാണ് ഇന്ന് വാദം സുപ്രീം കോടതി ആരംഭിച്ചത്, അല്ലെങ്കിൽ ഒരു കേസ് പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തോടൊപ്പം തന്നെ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആരാധനാ സ്വാതന്ത്ര്യം, മതാചാര പ്രകാരം ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ എന്നിങ്ങനെ 67ഓളം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇവയെല്ലാം തന്നെ ഒരുമിച്ച് പരിഗണിക്കണം എന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നത്. ഈ എല്ലാ പുനഃപരിശോധനാ ഹർജികളിലുമായാണ് ഏപ്രിൽ 7-ന് വാദം തുടങ്ങുക. അതിൽ ഏപ്രിൽ 7-ന് ആരംഭിക്കുന്ന വാദം ഏപ്രിൽ 22 വരെ ഉണ്ടായിരിക്കും. ഏപ്രിൽ 22-നായിരിക്കും വാദം പൂർത്തിയാവുക. അതിൽ തന്നെ ഓരോ ഹർജിക്കാർക്കും വാദിക്കുന്നതിനായി 3 ദിവസം വരെ എടുക്കാം എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായ സമയപരിധി പാലിക്കണം എന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. 7, 8, 9 തീയതികളിലായിരിക്കും ശബരിമല യുവതീ പ്രവേശന വിഷയം അടക്കമുള്ള വാദങ്ങൾ കേൾക്കുക. അതിൽ ശബരിമല വിധി പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്ന കക്ഷികൾക്ക് ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 9 വരെ വാദങ്ങൾ ഉന്നയിക്കാം. അതുപോലെ തന്നെ ഈ പരിശോധനയെ മൊത്തമായി പിന്തുണയ്ക്കുന്ന ഹർജിക്കാർക്ക് വേണ്ടിയാണ് ആദ്യ 3 ദിവസങ്ങൾ. അതിനുശേഷം ഏപ്രിൽ 14 മുതൽ ഉള്ള 3 ദിവസം ഈ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്ന കക്ഷികൾക്ക് അവരുടെ വാദങ്ങൾ ഉന്നയിക്കാം. അതിനെല്ലാം ശേഷം ഏപ്രിൽ 21-ന് അമിക്കസ് ക്യൂറിയായി നിയമിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് പരമേശ്വർ ഇതിനുള്ള മറുപടി, അല്ലെങ്കിൽ സമാപന മറുപടി എന്നുള്ള നിലയിൽ 21-ാം തീയതി അദ്ദേഹത്തിന്റെ അമിക്കസ് ക്യൂറിയുടെ വാദമായിരിക്കും. 22-ന് വാദങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. ഈ നിലയിലാണ് ഇപ്പോൾ ഈ കേസിന്റെ തീയതികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ മാർച്ച് 14-ന് മുന്നോടിയായി വിവിധ ഹർജിക്കാർ, അതിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ അടക്കമുള്ള ഹർജിക്കാർ തങ്ങളുടെ നിലപാട് എന്താണ് എന്നത് എഴുതി അറിയിക്കണം എന്നുള്ളതാണ് ഈ കേസിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർണായകമാക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഈ 9 അംഗ ബെഞ്ച് രൂപീകരിക്കേണ്ട ഒരു കാലതാമസം കൂടി ഇതിലുണ്ട്. കാരണം നേരത്തെ 2019-ൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശരത് എ ബോബ്ഡെ രൂപീകരിച്ച 9 ജഡ്ജിമാരുടെ ഒരു പുനഃപരിശോധന ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മയും അതുപോലെ തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന BR ഗവായ് എന്നിങ്ങനെ 9 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ 2019-ൽ ഈ ബെഞ്ച് രൂപീകരിച്ച് ഇന്നിപ്പോൾ 7 വർഷം പിന്നിട്ടിരിക്കുന്നു. അതിൽ സൂര്യകാന്ത് ശർമ്മ ഒഴികെയുള്ള എല്ലാ ജഡ്ജിമാരും ഇപ്പോൾ വിരമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മ ഇന്ന് കോടതിയിൽ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പഴയ പരിശോധിക്കാനുള്ള ഭരണഘടനാ ബെഞ്ചിൽ ഇനി ബാക്കിയുള്ളത് താൻ മാത്രമാണ്, മറ്റെല്ലാവരും വിരമിച്ചു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുക ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ശർമ്മ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി പുതിയ ബെഞ്ച് രൂപീകരിക്കും. ആ ബെഞ്ചാണ് ഇതിൽ വാദം കേൾക്കുക. ഈ ബെഞ്ചിന് ആദ്യം തന്നെ വാദം കേൾക്കുന്നതിന് മുന്നോടിയായി റഫറൻസിനുള്ള ചോദ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. നിലവിൽ 7 റഫറൻസ് ചോദ്യങ്ങളാണ് ഈ പുനഃപരിശോധനാ ഹർജികളുമായി ബന്ധപ്പെട്ട കോടതിക്ക് മുന്നിലുള്ളത്. ആ 7 ചോദ്യങ്ങളിൽ തന്നെ ഊന്നിയായിരിക്കും വാദം കേൾക്കുക. ഈ 7 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ 2019-ലും 2018-ലും കേസുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ കേൾക്കുന്ന വേളയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ അന്നത്തെ ജഡ്ജിയും മുന്നോട്ട് വെച്ച 7 ചോദ്യങ്ങളാണ്. അത് വിവിധ മതാചാരവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 25-മായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ടയാൾക്ക് ഹർജി
ബെഞ്ച് സമർപ്പിക്കാൻ കഴിയുമോ, അതുപോലെ തന്നെ ഇതിന്റെ വ്യാപ്തി ഈ ഓരോ ആർട്ടിക്കിളിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും വിഭാഗീയ സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 25-ന്റെയും ആർട്ടിക്കിൾ 26-ന്റെയും എല്ലാം വ്യാപ്തി എത്രത്തോളമാണ്, ഹിന്ദുക്കളുടെ വിഭാഗങ്ങൾ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭരണഘടനയിലെ ആ വാക്കിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്നതടക്കമുള്ള 7 ചോദ്യങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെ റഫറൻസിൽ ഉള്ളത്. ഈ റഫറൻസിൽ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ വിവിധ ഹർജിക്കാരുടെ വാദങ്ങൾ ക്രോഡീകരിക്കുന്നതിനുമായി അഡ്വക്കേറ്റ് കൃഷൻ കുമാർ സിംഗിനെ നോഡൽ അഭിഭാഷകനായി നിയമിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹമായിരിക്കും ഇവരുടെ വാദങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് റഫറൻസ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക. എന്തായാലും നിലവിൽ സുപ്രീം കോടതി ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ഏപ്രിൽ 7-ന് വാദം തുടങ്ങിക്കൊണ്ട് ഏപ്രിൽ 22-ന് വാദം അവസാനിക്കുന്ന രീതിയിൽ ആണ് തീയതികൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ പക്ഷത്തിനും 3 ദിവസങ്ങൾ വെച്ച് വാദിക്കാം. എന്നാൽ വാദം സമയപരിധി കടക്കാതെ നോക്കണം എന്ന് കർശനമായി തന്നെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും കൂടുതൽ സമയം നീട്ടി നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹർജിക്കാരും അതുപോലെ തന്നെ എതിർത്ത് നിൽക്കുന്നവരും അടക്കമുള്ളവർ സമയപരിധി കൃത്യമായി പാലിക്കണം വാദത്തിന്റെ സമയത്ത് എന്നുകൂടി സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനു മുൻപായി സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ കോടതിയിൽ നിലപാട് അറിയിക്കുകയും വേണം. ഇപ്പോൾ എന്തായാലും ഈ ഒരു നിലപാട് സംബന്ധിച്ചാണ് ഇനി നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ളത്. കാരണം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പ് സമയത്തടക്കം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം. NSS അടക്കമുള്ള സമുദായ വോട്ടുകളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. ഇപ്പോൾ തന്നെ NSS ഇത്തരത്തിൽ സർക്കാർ ഈ പുനഃപരിശോധനയെ എതിർക്കണം, അല്ലെങ്കിൽ ഈ യുവതീ പ്രവേശനത്തെ എതിർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NSS ഇപ്പോൾ തന്നെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അജണ്ടകൾ തുടങ്ങിയവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ എന്ത് നിലപാടായിരിക്കും സർക്കാർ നൽകുക എന്നത് വലിയ രീതിയിൽ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതു നേതാക്കളുമായുള്ള പ്രതികരണത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാത്ത ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കോടതിയുടെ നിലപാട് എന്തോ ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്, എന്നാൽ അതേസമയം വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവരുമായി സമവായത്തിൽ എത്തണം എന്നിങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള ഒരു വ്യക്തതയില്ലാത്ത പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയേക്കുമോ എന്നുള്ളൊരു സൂചനയും ഇതിനിടയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ നേരത്തെ നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകുമോ, അതോ പഴയ യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള അതേ നിലപാട് തന്നെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഈ പുനഃപരിശോധനയെ എതിർക്കില്ല എന്നാണ് സംസ്ഥാനം അറിയിച്ചിട്ടുള്ളത്. പുനഃപരിശോധനയെ എന്തായാലും സംസ്ഥാനം എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാടറിയിക്കാതെ CPM സമയം വരട്ടെ കൈകാര്യം ചെയ്യാമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. CPM നിലപാട് പറയേണ്ടപ്പോൾ പറയുമെന്നും സർക്കാരിന്റെ അതേ നിലപാട് പാർട്ടിക്ക് ഉണ്ടാകണമെന്നില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇല്ല, കോടതി തന്നെ ശരിയില്ല. കോടതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ടില്ല. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കോടതിയിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മാത്രമേ ആ കോടതിയിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് പരമാവധി വരാൻ പോകുന്നത് ഒരു കോടതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇരട്ട സമയം വരുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യും. ഇപ്പോൾ കോടതി തന്നെ ആയിട്ടില്ല, എന്തിനുവേണ്ടേ കോടതിൻ്റെ മുമ്പ് പറയുന്നത് എന്താണ് എന്ന് പറയാൻ? അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. കോടതിയുടെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് നിലപാടാണ് CPM എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് CPM ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. സർക്കാർ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷയിലാണെന്നും വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്ത ഉണ്ടാകേണ്ടതെന്നും G സുകുമാരൻ നായർ പറഞ്ഞു.
ഏതായാലും ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കണമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന മുൻ നിലപാട് തിരുത്തണമെന്നാണ് NSS ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും ഇതുമായി കൂട്ടിക്കിഴയ്ക്കുന്നില്ല എന്നും NSS വിശ്വാസ സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് G. സുകുമാരൻ നായർ എന്തായാലും വ്യക്തമാക്കുന്നത്. തങ്ങളുടെ നിലപാടിൽ നിന്ന് തങ്ങൾക്ക് മാറ്റമില്ല, എന്നാൽ സർക്കാർ തങ്ങളുടെ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത്. വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്ത ഉണ്ടാകേണ്ടതെന്നും G. സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത ഒരു കാര്യം ശബരിമലയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും പ്രബുദ്ധരായ സ്ത്രീകൾ ആരും ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയ്യപ്പ ഭക്തർക്കും കേരള ജനതയ്ക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധിയായിരുന്നു ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്നത്. ഗവൺമെന്റിനായാലും ആർക്കായാലും അഭിപ്രായം പറയാനുള്ള അവസരം കോടതി നൽകിയിട്ടുണ്ട്. സ്ത്രീ പ്രവേശനം അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കി അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ നിലപാട് തിരുത്തണോ എന്ന ചോദ്യത്തിന് തിരുത്തേണ്ടവർ തിരുത്തണമെന്നായിരുന്നു മറുപടി. ജനവികാരത്തിന്റെ കണക്കിലെടുത്ത് സർക്കാർ പ്രവർത്തനം കൊണ്ട് ആ നിലപാട് തിരുത്തിയെന്ന് വ്യക്തമാണല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആശയം ഉൾക്കൊണ്ട് കേസിൽ കക്ഷി ചേർന്ന മറ്റു പലരുമുണ്ടല്ലോ, അതിനാൽ തങ്ങൾ കക്ഷി ചേരേണ്ട ആവശ്യമില്ലെന്നും അഭിപ്രായം അറിയിക്കുക എന്നത് മാത്രമാണ് SNDPക്ക് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ദുരാചാരങ്ങളാണ് മാറ്റപ്പെടേണ്ടത്, എന്നാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്നത് മാറ്റപ്പെടേണ്ടാത്ത ഒന്നാണെന്നും നവോത്ഥാനത്തെയും യുവതീ പ്രവേശനത്തെയും കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാലും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് SNDP. യുവതീ പ്രവേശനത്തിൽ പരമ്പരാഗതമായി അവിടെ ഇല്ലാത്തൊരു കാര്യം ശബരിമലയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പ്രബുദ്ധരായ സ്ത്രീകൾ ആരും ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അയ്യപ്പ ഭക്തർക്കും കേരള ജനതയ്ക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിധിയിൽ ഗവൺമെന്റിനായാലും ആർക്കായും അഭിപ്രായം പറയാനുള്ള അവസരം കോടതി നൽകിയിട്ടുണ്ട്. ഇനി ആ നിലപാട് സർക്കാർ സ്വീകരിക്കണം. കേരള ജനത എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലപാടായിരിക്കണം സർക്കാർ സ്വീകരിക്കേണ്ടത്. സർക്കാർ നിലപാട് തിരുത്തണോ എന്ന ചോദ്യത്തിനും തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. ജനവികാരത്തിനെ കണക്കിലെടുത്ത് സർക്കാർ പ്രവർത്തനം കൊണ്ട് ആ നിലപാട് തിരുത്തിയെന്ന് വ്യക്തമാണല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആശയം ഉൾക്കൊണ്ട് കേസിൽ കക്ഷി ചേർന്ന മറ്റു പലരും ഉള്ളത് കൊണ്ട് തന്നെ തങ്ങൾ കക്ഷി ചേരേണ്ട ആവശ്യമില്ല എന്നും അഭിപ്രായം പറയുന്നുണ്ട്. കൂടാതെ തന്നെ SNDPയുടെ അഭിപ്രായം എന്താണ് അത് അറിയിക്കുക എന്നത് മാത്രമാണ് SNDPക്ക് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ തന്നെ ദുരാചാരങ്ങളാണ് മാറ്റപ്പെടേണ്ടത്, എന്നാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്നത് മാറ്റപ്പെടേണ്ടാത്ത ഒന്നാണെന്നും നവോത്ഥാനത്തെയും യുവതീ പ്രവേശനത്തെയും ഒന്നിച്ച് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന് ED. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ ചോദ്യം ചെയ്യലിനായി കൊച്ചി ED ഓഫീസിൽ ഹാജരായി. ജയശ്രീ നേരത്തെ SIT മുമ്പാകെ ഹാജരായിരുന്നു. സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കിയ സംഭവത്തിൽ മിനിറ്റ്സ് തിരുത്തിയെന്നാണ് ജയശ്രീക്കെതിരെയുള്ള കേസ്. സ്വർണ്ണ കവർച്ചയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ED പരിശോധിക്കുന്നത്. കേസിലെ കൂടുതൽ പേരെ ED ചോദ്യം ചെയ്യും. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഇടനിലക്കാരനായ കൽപേഷിനെയും ചോദ്യം ചെയ്യും. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ എത്തിച്ച സമയത്ത് നടത്തിയ പൂജകൾ അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുത്ത നടൻ ജയറാമിനെയും ചോദ്യം ചെയ്യും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടാനാണ് ജയറാമിനെ ED വിളിപ്പിച്ചിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ P. രാജീവിന്റെ പ്രതികരണത്തിലേക്ക്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഭാഗം എടുത്തപ്പോൾ അവര് തന്നെയാണ് ഇതിന്റെ റെഫർ ചെയ്യാൻ തീരുമാനം. The following issues were framed for consideration to be decided by a larger bench.
ഒന്ന് റിഗാർഡിംഗ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 പറയുന്ന ഫ്രീഡം, 25-26 പറയുന്ന ഫ്രീഡം ഓഫ് മത വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യവും അതർ പ്രൊവിഷൻസ് ഇൻ പാർട്ട് 3, പർട്ടിക്കുലർ ആർട്ടിക്കിൾ 14 മറ്റ് മൗലികാവകാശങ്ങൾ പ്രത്യേകിച്ച് 14 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയും തമ്മിൽ എങ്ങനെ നിൽക്കുന്നു, ഇതിവിടെ അപ്ലിക്കബിൾ ആണോ? വാട്ട് ഇസ് ദ സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് occurring in Article 25(1) of the Constitution. 25(1) പറയുന്ന പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, ഇത് വേണ്ടത് സ്പെസിഫിക് ആയി ഡിഫൈൻ ചെയ്യാത്ത ഭാഗങ്ങളാണ്. അത് എങ്ങനെയായിരിക്കും? ദ എക്സ്പ്രഷൻ ഓഫ് മൊറാലിറ്റി, വിധി വന്നപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഭരണഘടനാ ധാർമ്മികത നമ്മൾ ചർച്ച ചെയ്യാൻ പോയത്. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The extent to which the court can inquire into the issues of a particular practice is an integral part of the religion or religious practice of a particular religious denomination, or should that be left exclusively to be determined by the head of the sections of the religious group? കോടതിക്ക് ഈ വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്ര ഇടപെടാൻ കഴിയും? അതേപോലെ തന്നെ അതല്ല, ഒരു കോടതിയുടെ ഇടപെടലല്ല, ആ മതവിഭാഗത്തിന്റെ തലവന്മാർക്കാണോ അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉള്ളത്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്? അതാണ് ആ വിധിയിൽ ആദ്യം ഭാഗം പറയുന്നത്. 25(2)(b) അതിന്റെ അർത്ഥം എന്താണ്? Whether the essential religious practices of a religious denomination or even a section thereof are afforded constitutional protection under Article 26. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പറയുന്ന എസെൻഷ്യൽ, അനിവാര്യ, ഒരു മതവിഭാഗത്തെ കോൺസ്റ്റിറ്റ്യൂട്ട്, വിശ്വാസ സമൂഹത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുള്ള അനിവാര്യമായിട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഭരണഘടന വ്യക്തമാക്കുന്നത്. വാട്ട് വുഡ് ബി ദ പെർമിസിബിൾ എക്സ്റ്റെന്റ് ഓഫ് ജുഡീഷ്യൽ റെക്കഗ്നേഷൻ ടു PLIs? ഈ കോടതിക്ക് എത്രമാത്രം ഇത്തരം PLI ഇടപെടാം? ഇൻ മാറ്റേഴ്സ് കോളിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ religious practices of a denomination or a section thereof at the instance of a person who do not belong to such religious denomination. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുടെ അല്ലാത്ത പൊതു താല്പര്യ ഹർജികളിൽ കോടതിക്ക് എങ്ങനെ ഇടപെടാം? ഇതാണ് ഏത് ചോദ്യങ്ങൾ അന്ന് ദ റിവ്യൂ പെറ്റീഷൻ വെർ അഡ്ജേൺഡ് ടിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബൈ എ ലാർജർ ബെഞ്ച്. അപ്പോൾ റിവ്യൂ പെറ്റീഷൻ തന്നെ എത്തണമെങ്കിൽ ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള നിലപാട്, വാദങ്ങൾ കേട്ട് സുപ്രീം കോടതി വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ല, അത് ഒരു ചോദ്യത്തിൽ ഞാൻ വായിച്ചതിൽ ഏതാ അത് പറഞ്ഞേ? നിങ്ങളെ ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്, 4ാമത്തെ പാരഗ്രാഫ്. അല്ല, അത് അജിത പറഞ്ഞതിനും പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ ഞങ്ങളുടെ അഫിഡാവിറ്റ്, അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതാ? കോടതിയല്ല, ഇതൊരു ആചാരവും ദീർഘകാലമായി തുടർന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഹിന്ദു മത ആചാരങ്ങളായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ കോടതി ആരല്ലോ എടുത്തേ? അങ്ങനെ കമ്മീഷനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ. അല്ല, അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. നാം കാണേണ്ടത് യുവതീ പ്രവേശനത്തിനൊപ്പം അല്ല, സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായിട്ടും ബൈൻഡിങ് ആണ്. അതിന് സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല. ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ, ഈ ചോദ്യങ്ങൾ അപ്പോഴിപ്പോൾ വേണമെങ്കിൽ ആ വിധി ഓർഡർ ആണെന്ന് പറയാമല്ലോ. അങ്ങനെ, കാരണം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞു, ആദ്യം ഈ 7 അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളോട് ഈ 7 പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണമാണല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക, ഭരണഘടനാപര പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. നമ്മളിപ്പോ അതിനകത്ത് എല്ലാ വശവും നോക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? നിങ്ങളത് പറയാത്തതുകൊണ്ടാണ്.
അല്ല, അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഇന്ന് സംപ്രേഷണം ചെയ്യണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഒരു സ്റ്റാർട്ട് ചേർത്തെടുത്തെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, അതിലിപ്പോ റിവ്യൂ ചെയ്യുന്ന കോടതി. അല്ല, വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നത്. ആ അഫിഡാവിറ്റിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, അല്ല, ഇപ്പൊ സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു വക്കീലിനല്ലേ ചുമതലപ്പെടുത്തിയേക്കണേ. ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മളിപ്പോ പറയേണ്ട കാര്യം എന്താ? അല്ല, ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വിധിയിൽ. അല്ല, അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഈ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,340 രൂപ, പവന് 1,14,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,850 രൂപ, പവന് 94,800 രൂപ. വെള്ളി ഗ്രാമിന് 268 രൂപ, കിലോ 2,68,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും, അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ജൂനിയേഴ്സ് ജേണി ഫെബ്രുവരി 13 മുതൽ തിയേറ്ററുകളിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തയിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണപ്പാളികളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 1 കിലോയിലധികം സ്വർണ്ണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കട്ടിളപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പത്തിലെ പാളികളിൽ നിന്നും 1 കിലോ 700 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടെന്നാണ് നിഗമനം. VSSCയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയത്. ദ്വാരപാലക ശില്പപ്പാളികളിൽ നിന്നുമാണ് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ശേഖരിച്ച സാമ്പിളുകൾ ഇന്ന് കൊല്ലം കോടതിയിൽ ഹാജരാക്കും. ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലെ ഫലം കൂടി പരിഗണിച്ചാകും അന്തിമ റിപ്പോർട്ട് വരുന്നത്.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷ് CPM വിട്ട് കോൺഗ്രസിലേക്ക്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് A സുരേഷ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ മനസ്സുള്ള ഇടതുപക്ഷ നിലപാടിനൊപ്പമാണ് ഞാനുള്ളത്. കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്ത അല്ല ഉള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവണമെന്ന് അവർ എന്നോട് ദിവസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടു. ഞാൻ ആലോചിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് ഇന്നലെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് KPCCയുടെ UDFന്റെ മുതിർന്ന നേതാക്കൾ ജാഥയിൽ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായേനെ എന്ന് പറഞ്ഞു. ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇതാണ് വസ്തുത. ഇന്നും നാളെയുമായി പാലക്കാട് പൊതുയുഗ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആലോചിക്കാമെന്ന മറുപടിയാണ് അവർക്ക് നൽകിയത്. ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചതല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ 12 കൊല്ലം 2013 ആണ് എന്നെ പുറത്താക്കുന്നത്. ആ കാലം തൊട്ട് ഈ കാലം വരെ ഞാൻ പല അപ്പീലുകളും സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ ഭാരവാഹികൾക്കും ഒക്കെ നൽകിയിരുന്നു. അതിന് മറുപടി പോലും ലഭിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് ഒരു വിഷമായി ഉള്ളിലുണ്ട്. അതിനുശേഷം തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ അപ്പീൽ കൊടുത്തിരുന്നു. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായതായിട്ട് അറിവില്ല. മലമ്പുഴ സ്വാഭാവികമായിട്ടും VSന്റെ PA ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ധനകാര്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മണ്ഡലത്തിൽ പ്രതികരിച്ച മന്ത്രിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് VS മത്സരിക്കാമെന്നുള്ള VSന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് UDFന്റെ നേതൃത്വമാണ്. UDFന്റെ ഉന്നത ലീഡർഷിപ്പ് സംസാരിച്ചിരുന്നു, നേരിട്ടും ഫോണിലൂടെ. ഇന്നത്തെ ജാഥയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. പിന്നെ നാളെയും ജാഥയുണ്ട്. വേണോ എന്നുള്ളത് പിന്നീട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ D ബിനോയ് നൽകും. 2 ദിവസം മുമ്പാണ് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ A സുരേഷുമായി സംസാരിച്ചതും ചർച്ച നടത്തിയതും. ഇതിൽ പ്രധാനമായും പാലക്കാട് നിന്ന് മത്സരിക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലമ്പുഴയിലാണ് ഒരു പക്ഷേ സുരേഷിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത. നിലവിൽ CPM പ്രവർത്തകനായതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് എന്ന് അദ്ദേഹം പറയുന്നില്ല. പകരം സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള വിവരങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൈമാറിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ തുടരുകയുമാണ്. ഇന്നലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ പാലക്കാട് എത്തുമ്പോഴേക്കും അതിൽ പങ്കെടുക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല. പകരം 2 ദിവസത്തെ ജാഥയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരുപക്ഷെ പങ്കെടുത്താൽ തന്നെയും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം മനസ്സുകൊണ്ട് A സുരേഷ് പൂർണ്ണമായും ഇപ്പോൾ UDFിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 13 വർഷമായി പാർട്ടി പരമായ നടപടി നേരിട്ടുകൊണ്ടിരിക്കേണ്ട സംഘടനാ നടപടി നേരിട്ട് വരികയായിരുന്നു. കാരണം VSനൊപ്പമുള്ള യാത്രക്കിടയിൽ വരുത്തിയ വീഴ്ചകളും ഒപ്പം തന്നെ അച്യുതാനന്ദനെതിരെ ഒപ്പമുണ്ടായിരുന്ന സമയത്തുണ്ടായ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം പാർട്ടി നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നടപടികൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് A സുരേഷ് പാർട്ടിയുടെ വലിയ ഘടകങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ CPMന്റെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും MA ബേബി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകി. പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ A സുരേഷ് ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം വലിയ തരത്തിലുള്ള ഒരു വിയോജിപ്പ് സുരേഷിനോട് പാർട്ടി നേതൃത്വം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മലമ്പുഴയിലേക്ക് പോകുന്നത്. മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മലമ്പുഴയിൽ UDF കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 3ാം സ്ഥാനത്തായിരുന്നു. BJPക്ക് വലിയ ഒരു വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുക എന്നുള്ളത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് പറയാൻ കഴിയുള്ളൂ. എന്തായാലും A സുരേഷ് മാനസികമായി UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അയാൾ പാർട്ടിയിൽ നിന്നും മനം മടുത്ത് പുറത്തുപോയതല്ല, പുറത്താക്കിയതാണ്. പാർട്ടി ഒരിക്കൽ പുറത്താക്കിയാൽ 100 തവണ അപ്പീൽ തന്നിട്ടും കാര്യമില്ലെന്നും സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം മലമ്പുഴയിലെ CPM വോട്ടിൽ വിള്ളൽ വീടില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മനസ്സിലായില്ല. മനമെടുക്കാൻ തിരിക്കുന്നു. പാർട്ടിന്ന് പുറത്താക്കിയതാ. ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല. അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ്. അയാൾ പുറത്തു പോയി അതുകൊണ്ടെന്താ കാര്യം? പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങളിൽ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയാൻ ഞാൻ എന്താ എടുക്കാമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഒരു വിവാദവുമില്ല, ഒറ്റ വിവാദവുമില്ല, ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറേ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വ്യക്തമായി നടക്കേണ്ട കാര്യമില്ലല്ലോ.
അറിയില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേഡറെ സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കഴിഞ്ഞ നിലപാട് സ്വീകരിക്കുക? ഒരാളോടും വെറുപ്പില്ല. വ്യക്തിപരമായിട്ട് വെറുപ്പല്ലല്ലോ സംഘടനാപരമായ തീരുമാനം. ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനായ പ്രേംകുമാറിനെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ സാധ്യത. പ്രാരംഭഘട്ട ചർച്ചകൾ പൂർത്തിയായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രേംകുമാറുമായി ചർച്ചകൾ നടത്തി. ഹൈക്കമാൻഡും വിഷയം ചർച്ച ചെയ്യും. കഴക്കൂട്ടത്ത് പ്രേംകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിലടക്കം വിമർശനവുമായി സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു പ്രേംകുമാർ. കഴിഞ്ഞ ദിവസം നടത്തിയ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രേംകുമാറിനെ പാർട്ടിയിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അസമിലെത്തും. വിവിധ ജില്ലാ കളക്ടർമാർ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരുമായി ചർച്ച നടത്തും. 3 ദിവസമാണ് സന്ദർശനം. തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് സംഘം എത്തുന്നത്. അസമിന് ശേഷം ഈ മാസം അവസാനം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സന്ദർശനം നടത്തും. മാർച്ച് ആദ്യവാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം കേരളത്തിലെത്തുക. ബംഗാളിലും സന്ദർശനം നടത്തിയ ശേഷം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. AIGG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൌസിലാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ വൈകിട്ട് 4 മണിവരെ തുടരും. കേസിൽ മാങ്കൂട്ടത്തിന് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ പോലീസുകാരനെ SFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാരൻ മിഥുൻ റോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്തിയതിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. പോലീസുകാരനായി മിഥുനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിനായിരുന്നു അന്വേഷണം. ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് FIR എന്ന അന്വേഷണ റിപ്പോർട്ടിൽ. സംഭവത്തിൽ പോലീസുകാരനെതിരെ ചുമത്തിയ ജാമ്യമില്ലാ കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകും. ആയുധം ഉപയോഗിച്ച് പോലീസുകാരൻ SFI പ്രവർത്തകരെ ആക്രമിച്ചെന്നാണ് കേസ്. ഇതിന്റെ ശേഷമാണ് മർദ്ദനമേറ്റ മിഥുന്റെ പരാതിയിൽ SFIക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസുകാരനെതിരെ എടുത്ത കേസ് വിവാദമായതോടെയാണ് കേസ് എഴുതി തള്ളാൻ തീരുമാനിച്ചത്. കേസ് ഇന്ന് തന്നെ അവസാനിപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. SFIക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും മഞ്ചൂർ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുക. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പുകൾ മോഷണം പോയ സംഭവത്തിൽ സൈനിക ക്യാമ്പിലെ 20 പേരുടെ വിരലടയാളം രേഖപ്പെടുത്തി. ഓഫീസേഴ്സ് മെസ്സിൽ ജോലി ചെയ്യുന്ന സൈനികരുടെ വിരലടയാളം എടുത്തു. മോഷണം പോയ കൊമ്പുകൾ വെച്ച ചില്ല് ഫ്രെയിമിൽ വിരലടയാളങ്ങൾ ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഓഫീസേഴ്സ് ക്ലബിൽ ബുധനാഴ്ച സംഘടിപ്പിച്ച പാർട്ടിക്ക് ശേഷമാണ് ആനക്കൊമ്പുകൾ കാണാതാവുന്നത്. 100 കിലോയിലധികം തൂക്കം വരുന്ന ആനക്കൊമ്പുകൾ ക്യാമ്പിന് പുറത്തെത്തിക്കാനുള്ള പ്രായോഗികമായി ബുദ്ധിമുട്ടായതിനാലാണ് ഇവ പുറത്തു പോയിട്ടില്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. പാർട്ടി നടന്ന ദിവസം പുറത്ത് 18 പേർ ക്യാമ്പിലെത്തിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഓഫീസേഴ്സ് ക്ലബിൽ സംഘടിപ്പിച്ച പാർട്ടിക്ക് ശേഷമാണ് ആനക്കൊമ്പുകൾ കാണാതാവുന്നത്. കാസർഗോഡ് ജീവനൊടുക്കിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ ആൺസുഹൃത്തിന്റേത് തൂങ്ങി മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ നേരത്തെ ആൺസുഹൃത്ത് സന്ദീഷിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദീഷിനെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ ചിന്നുവിന്റെ മരണത്തിൽ സന്ദീഷിന് ബന്ധമില്ലെന്ന് തെളിഞ്ഞതോടെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നു പാപ്പു എന്ന രേഷ്മയെ വാടക ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സന്ദീഷ് തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ചിന്നുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്തുമായുള്ള തർക്കമാണ് മരണകാരണമെന്ന് കുടുംബം മൊഴി നൽകിയതിനെ തുടർന്നായിരുന്നു സന്ദീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
എറണാകുളം ചോറ്റാനിക്കരയിൽ +1 വിദ്യാർത്ഥിനി ആദിത്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ്. ആദിത്യയുടെ ഫോണിലെ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടിക്ക് കൊറിയൻ സുഹൃത്തുണ്ടെന്നതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആദിത്യയുടെ കൂട്ടുകാരുടെ മൊഴിയിലും കൊറിയൻ ബന്ധത്തിന് സൂചന ലഭിച്ചില്ല. പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചാലും കൊറിയൻ ബന്ധത്തിന് തെളിവ് കണ്ടെത്താനായില്ല. മകളുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കൊറിയൻ ബന്ധമില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ മഹേഷ് പറയുന്നത്. കൊറിയൻ സുഹൃത്ത് എന്ന പേരിൽ ആരോ മകളെ കബളിപ്പിച്ചെന്നാണ് പിതാവിന്റെ നിഗമനം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ മാനദണ്ഡ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തി. ഡ്രഗ് ഫാർമസികൾ ഡ്രഗ് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. വാക്സിൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന ഫാർമസികൾക്ക് താപനില നിയന്ത്രണത്തിന് സംവിധാനമില്ല. റേഡിയോഗ്രഫി യൂണിറ്റിന്റെ ലൈസൻസ് 3 മാസം മുമ്പ് കാലഹരണപ്പെട്ടു. ഉപകരണ അണുബാധമുക്തമാക്കാനുള്ള സംവിധാനം കാര്യക്ഷമമല്ലെന്നാണ് റിപ്പോർട്ട്. ഫയർ NOCയിലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ആശുപത്രിയിലില്ല. എയിംസ് വരുമെന്ന് വീണ്ടും ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് വരുമ്പോൾ അതിന്റെ മഹത്വം എനിക്ക് തന്നെയാവുമെന്നും എയിംസ് പറഞ്ഞ വോട്ട് ചോദിക്കാൻ താൻ വരില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അത് വരുമ്പോ അതിന്റെ മഹത്വം എനിക്ക് മാത്രമാണ് പ്രഖ്യാപിക്കും. വരാതെ എവിടെ പോവാൻ? പക്ഷേ ഞാൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ വക്രീകരിക്കുന്ന എന്തിന്? വന്നിരിക്കും. എന്നെ അടുത്ത തവണ ജയിപ്പിക്കാൻ മറ്റ് അനേകം കാരണങ്ങൾ കാണും. എയിംസും മെട്രോയും അല്ല. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, എയിംസിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഞാൻ വരില്ല. അവയവദാനത്തിൽ പുതുചരിത്രം സൃഷ്ടിച്ച ആലൻ ഷെറിൻ എബ്രഹാമിന്റെ വീട് ഇന്ന് മുഖ്യമന്ത്രി സന്ദർശിക്കും. വൈകിട്ട് 5 മണിയോടെ മുഖ്യമന്ത്രി എത്തുമെന്നാണ് വിവരം. നിരവധി പേരാണ് ഇന്നലെ മല്ലപ്പള്ളിയിലെ വീട്ടിലും സംസ്കാരം നടന്ന നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമായ കുഞ്ഞിന്റെ അവയവങ്ങൾ 4 പേർക്ക് ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയാണ്. തൃശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തുന്നതിന് ഡോക്ടർ KG പത്മകുമാറിനെ ചുമതലപ്പെടുത്തി. പഠനം പൂർത്തിയായ ശേഷം പ്രവർത്തന രേഖയും റിപ്പോർട്ട് ലഭിച്ചുവെന്നും റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപാട് കോൾപ്പാടങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യമുള്ളത് കൊണ്ട്, സമൃദ്ധി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഇറിഗേഷൻ വകുപ്പിന്റെയും അഗ്രികൾച്ചർ വകുപ്പിന്റെയും ഒരു ഇടപെടൽ ശക്തമായി ആവശ്യമുണ്ട്. അതും ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ ആദ്യം ഇതിന്റെ കോപ്പി ഇന്ന് കളക്ടറെ ഏൽപ്പിച്ചു. കളക്ടർ അത് മുന്നോട്ട് കേരള സർക്കാരിലേക്ക് എത്തിക്കണം. ഇത് വളരെ പേഴ്സണൽ ഗ്രൗണ്ട്സിലാണ്. ഇത് MP ഓഫീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പണമോ ഒന്നും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പത്മകുമാർ സാറിന് നൽകേണ്ടതായ പണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പേഴ്സണൽ നിലയിലാണ് ചെയ്യുന്നത്. അതിനൊരു ഫണ്ട് ഒരു നടത്തിയിട്ടില്ല. അതിനൊരു സ്പോൺസർമാരെയും കണ്ടെത്തിയിട്ടില്ല. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. തോറ്റു പിന്മാറാനല്ല, ജയിച്ച് ചരിത്രമാവാനാണിഷ്ടം. ജൂനിയേഴ്സ് ജേണി ഫെബ്രുവരി 13 മുതൽ തിയേറ്ററുകളിൽ. ജൂനിയേഴ്സ് ജേണി ഇന്ത്യയിലെ പ്രമുഖ NBFCകളിലൊന്നായ മാക്സ് വാല്യൂ 1500-ലധികം ജീവനക്കാരും 31 വർഷത്തിന്റെ പാരമ്പര്യവുമായി മുന്നേറുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി.
ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. വാർത്തയിലേക്കാണ്. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി മേഖലയിലുള്ള കുതിച്ചുചാട്ടം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 സംഘടിപ്പിക്കപ്പെടുന്നത്. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തുള്ള ഭാരത് മണ്ഡപത്തിൽ ഫെബ്രുവരി 20 വരെയാണ് സമ്മേളനം നടക്കുക. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ നടക്കുന്ന ആദ്യത്തെ ആഗോള AI സമ്മിറ്റ് കൂടിയാണിത്. ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഇന്ത്യ AI ഇമ്പാക്ട് എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്തമുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ AI വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ് എന്ന 3 ആപ്തവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി പോലുള്ള നവീന ആശയങ്ങളുടെ ഉപയോഗത്തിൽ സുരക്ഷിതത്വവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക, അതിനായുള്ള ആഗോള ചട്ടങ്ങൾ കൊണ്ടുവരിക, ഈ മേഖലയിൽ രാജ്യാന്തര സഹകരണം ഉറപ്പാക്കുക എന്നിവയും ഉച്ചകോടിയുടെ ലക്ഷ്യങ്ങളാണ്. 20 രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ, OpenAI CEO സാം ആൾട്ട്മാൻ തുടങ്ങിയ ആഗോള ടെക് സ്ഥാപന നേതാക്കളും 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകും. ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികളും വിവിധ അന്താരാഷ്ട്ര സംഘടനാ മേധാവികളും 5 ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും. കൃഷി, വിദ്യാഭ്യാസം, സുരക്ഷിതമായ AI ഉപയോഗം, സാമ്പത്തിക വികസനം തുടങ്ങിയ 7 മേഖലകളിൽ നിന്നുള്ള ചർച്ചകളാണ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണമനുസരിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രാത്രിയോടെ ഇന്ത്യയിലെത്തും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തുക. നാളെ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ രംഗത്ത് സുപ്രധാന കരാറിനും സന്ദർശനം ഇടയാക്കും. ഇമ്മാനുവൽ മാക്രോണിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ വൗട്രിനും കൂടിക്കാഴ്ച നടത്തും. 6ാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ചയിലാണ് ഇരുവരും ഒത്തുചേരുക. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റിൽ മാക്രോൺ പങ്കെടുക്കും. ആഗോളതലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പങ്കിനെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള ഉപയോഗത്തെക്കുറിച്ചും ഉച്ചകോടിയിൽ ചർച്ചകൾ നടക്കും. ആലപ്പുഴ തുമ്പോളി ഹൈവേ ജംഗ്ഷനിൽ KSRTC ബസിന്റെ ചില്ല യുവാവ് എറിഞ്ഞുടച്ചു. ചേർത്തല സ്വദേശി സമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസിന്റെ പിറകുവശത്തെ ചില്ലാണ് തകർത്തത്. കൈ കാണിച്ചപ്പോൾ ബസ് നിർത്താത്തതിൽ പ്രകോപനം കൊണ്ടാണ് ബസിന്റെ ചില്ല് തകർത്തത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബസ് ആലപ്പുഴ ഡിപ്പോയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നടക്കുന്ന വിഷൻ 2031 കോൺക്ലേവിന്റെ ഭാഗമായുള്ള തൊഴിൽ വകുപ്പ് സെമിനാർ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 2031 ലോകത്തെവിടെയും തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള നൈപുണ്യമുള്ള യുവാക്കളെ കേരളം വാർത്തെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 2031 തൊഴിൽ സേനയിൽ സ്ത്രീ പങ്കാളിത്തം ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. അതിഥി തൊഴിലാളികൾക്കായി ആവാസ് ഇൻഷുറൻസും കവച് ലഹരി വിരുദ്ധ പദ്ധതിയും നടപ്പിലാക്കും. ഡിജിറ്റൽ കേരളം എന്ന സ്വപ്നം തൊഴിൽ വകുപ്പിലും യാഥാർത്ഥ്യമാക്കി. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2030 കേരളം ലോകത്തിന് മാതൃകയാകുന്ന തൊഴിലാളി സൗഹൃദ വികസിത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. 2031 ആകുമ്പോഴേക്കും നമ്മുടെ തൊഴിൽ സേനയിലെ സ്ത്രീ പങ്കാളിത്തം ഇരട്ടിയാക്കാനാണ് നമ്മൾ ലക്ഷ്യം ഇടുന്നത്. അതിഥി തൊഴിലാളികളെ സ്വന്തം ആളുകൾ ആയി തന്നെ കണ്ട് അവർക്കായി ആവാസ് ഇൻഷുറൻസും കവച് ലഹരി വിരുദ്ധ പദ്ധതിയും നടപ്പിലാക്കി. ഡിജിറ്റൽ കേരളം എന്ന സ്വപ്നം തൊഴിൽ വകുപ്പിലും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. 2031 ലോകത്തെവിടെയും തൊഴിലെടുക്കുവാൻ പ്രാപ്തമുള്ള നൈപുണ്യമുള്ള യുവാക്കളെ കേരളം വാർത്തെടുക്കും. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും ഇൻകം സപ്പോർട്ട് സ്കീമും വഴി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2031 കേരളം ലോകത്തിന് മാതൃകയാകുന്ന ഒരു തൊഴിലാളി സൗഹൃദ വികസിത സംസ്ഥാനമായി മാറും. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. ഇന്നലെ രാത്രി കടലാർ എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ
കറുപ്പുസ്വാമിയുടെ ഓട്ടോ പടയപ്പ തകർത്തു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിടയ്ക്കാണ് കറുപ്പുസ്വാമി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തലയാർ എസ്റ്റേറ്റിന് സമീപവും വിനോദസഞ്ചാരികളുടെ വാഹനം പടയപ്പ തകർത്തിരുന്നു. സഞ്ചാരികളും ആനയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തൃശൂർ പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. 1 മണിക്കൂറിലേറെ പാടികൾക്ക് പുറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു. 4 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പ്രദേശവാസികൾ സമീപത്തെ തോട്ടത്തിലേക്ക് മാറി നിന്നു. ഇതിനിടെ പാട്ടകുട്ടിയും തീയിട്ടും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വീട്ടുകാർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി വനവകുപ്പ് അധികൃതർക്ക് അയച്ചു കൊടുക്കുകയും പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകരെത്തി ആനയെ കാട് കയറ്റുകയുമായിരുന്നു. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനവകുപ്പ് അറിയിച്ചു. 14 കിലോമീറ്ററാണ് വേലി സ്ഥാപിക്കുന്നത്. എന്നാൽ വനവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വേലി നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകില്ലെന്നും പൂർണ്ണമായും വനാതിർത്തികൾ അടച്ച് വേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാനശല്യം രൂക്ഷമായ മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിന്റെ മോനൊന്ന് പോറക്കം എന്തായാലും പൊളിച്ചല്ലേ. ഇപ്പൊ കത്തിക്കണ്ടാ വരില്ല. അങ്ങോട്ട് ഞാൻ കത്തിച്ചിട്ടുള്ള കോഴിക്കോട് തോട്ടുമുക്കത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. തോട്ടുമുക്കം സ്വദേശി സിജോയാണ് മരിച്ചത്. അപകടത്തിൽ മരഞ്ചാട്ടി സ്വദേശി ബിജു മണ്ണാർക്കണ്ടി നേരത്തെ മരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി സജീവാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ സജീവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ പാപ്പാന് നേരെ ആനയുടെ ആക്രമണം. കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. തൊട്ടു പിന്നിൽ നിന്നിരുന്ന പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയ ശേഷം ആന തിരിയുകയായിരുന്നു. മറ്റാനകൾക്കൊപ്പം നിൽക്കുമ്പോഴായിരുന്നു സംഭവം. ആന ഇടഞ്ഞതോടെ ഉടൻ മറ്റാനകളെ പാപ്പാന്മാർ അവിടെ നിന്നും മാറ്റി. അരമണിക്കൂറോളം പരിഭ്രാന്തി പരത്തിയ ആനയെ പിന്നീട് തളച്ചു. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് കമ്പം ലോവർ ക്യാമ്പിന് സമീപം പിടിയിലായത്. മധുര സ്വദേശികളായ മുനിയസ്വാമി, ബാലസുബ്രഹ്മണ്യൻ, സെൽവി എന്നിവരാണ് അറസ്റ്റിലായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഇവരിൽ നിന്ന് 35 കിലോ കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. മലപ്പുറം മഞ്ചേരിയിൽ 10 ലിറ്റർ മദ്യവുമായി യുവാവ് പിടിയിൽ. ഇളങ്കൂർ സ്വദേശി സുജീഷാണ് അറസ്റ്റിലായത്. ഇളങ്കൂറിലെ പരിസര പ്രദേശങ്ങളിലും മറ്റും സ്കൂട്ടറിൽ കൊണ്ടു നടന്ന് മദ്യവിൽപ്പന നടത്തുന്നതിനിടെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണ കവർച്ച വിഷയത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് പ്രതിപക്ഷമാണെന്ന് തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വർഷങ്ങളായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ കലാകാരൻ എന്ന നിലയിൽ പ്രേംകുമാർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു.
അവര് ശബരിമല ഇഷ്യൂ ആണല്ലോ ഒരു ഗവൺമെന്റിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അത് നേരെ തിരിച്ചു വന്നല്ലോ. തിരിച്ചപ്പോൾ UDF-നും പ്രതിപക്ഷ നേതാവിനും മറുപടി പറയാൻ കഴിയാത്ത നിലയിലുള്ള തെളിവുകളും മറ്റ് കാര്യങ്ങളുമാണല്ലോ ശബരിമല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് പ്രതിപക്ഷമാണ്. അതുകൊണ്ട് ആ ഒരു പോയിന്റും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം ഇന്ന് പ്രതിപക്ഷത്തിനും വന്നിട്ടുണ്ട്. ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടി വന്ന് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിനെ പോലുള്ള ഒരു ഇടതുപക്ഷ കലാകാരൻ ചിന്തകൻ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തുമായിട്ട് എത്രയും നാളത്തെ ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു. അദ്ദേഹം സ്ഥാനം ഉള്ളപ്പോഴും സ്ഥാനം ഇല്ലാത്ത അവസരത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കായിക വാർത്തയിലേക്ക്. T20 ലോകകപ്പിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്ത ഇന്ത്യ 61 റൺസിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഈ വിജയത്തോടെ ഇന്ത്യ സൂപ്പർ 8 ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ടോസ് നേടിയ പാകിസ്ഥാൻ നായകൻ മുഹമ്മദ് റിസ്വാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. തുടക്കത്തിൽ തന്നെ ഓപ്പണർ അഭിഷേക് ശർമ്മ പുറത്തായെങ്കിലും ഇഷാൻ കിഷന്റെ പ്രകടനം ഇന്ത്യയെ മികച്ച നിലയിലെത്തിച്ചു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് എടുത്തത്. 40 പന്തിൽ 77 റൺസ് എടുത്ത ഇഷാൻ കിഷൻ 10 ഫോറും 3 സിക്സുകളുമാണ് നേടിയത്. 176 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാന് തുടക്കം മുതലേ പിഴച്ചു. ഇന്ത്യൻ പേസർമാരായ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി. വിക്കറ്റ് കീപ്പറായി ഉസ്മാൻ ഖാൻ മാത്രമാണ് അല്പമെങ്കിലും പൊരുതിയത്. ഇന്ത്യയ്ക്കായി ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ